നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാക്കുകളിൽ നിറയുന്ന സംശുദ്ധിയും കാലം കോർത്തിണക്കിയ കരകൗശല വിദ്യകളും പെണ്ണഴകിൽ തീർക്കുന്ന നവീനത അത് ആമിയ ഗോൾഡൻ ഡയമണ്ട്സിനല്ലാതെ മറ്റാർക്കും നൽകാനാവില്ല. കേരള ഡിസൈൻ പണിക്കൂലി 2.5% മുതൽ, ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി 5.9% മുതൽ, ആന്റിക് ടർക്കിഷ് ഡിസൈൻ പണിക്കൂലി 5.9% മുതൽ, കൂടാതെ വെഡിംഗ് പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ. Redefining elegance, crafted with traditional Amia Golden Diamonds, Bypass Road, Chaman. വാർത്തകൾ വിശദമായി. 14ാം പഞ്ചവത്സര പദ്ധതിയിൽ 2025-26 വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി തിരൂരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത് വികസന സെമിനാർ സംഘടിപ്പിച്ചു. സെമിനാർ വള്ളിക്കുന്ന് നിയോജകമണ്ഡല MLA പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ഏകദേശം 4 വർഷത്തോളമായി നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൽ വളരെ നല്ല രീതിയിൽ ബ്ലോക്ക് പഞ്ചായത്തിന് കിട്ടുന്ന വിഭവങ്ങൾ പരമാവധി ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ എല്ലാ ഡിവിഷനിലും എത്തിക്കുന്നതിന് വേണ്ടി സമയബന്ധിതമായി ഇത്തരം പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ബ്ലോക്ക് പഞ്ചായത്തിന് സാധിച്ചു. അതിന് പ്രത്യേകമായി ഒരു അഭിനന്ദനം അറിയിക്കാൻ ഈ സന്ദർഭം ഞാൻ പ്രയോജനപ്പെടുത്തുകയാണ്. കാരണം എന്താ വെച്ചാൽ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് വികസനമാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം എന്ത് പറഞ്ഞാലും ഈ ജില്ലാ പഞ്ചായത്തിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും ഇടയിലുള്ള ബ്ലോക്ക് പഞ്ചായത്ത് നാമമാത്രമായ അധികാരങ്ങൾ മാത്രമാണ് ഈ ബ്ലോക്ക് പഞ്ചായത്തിൽ. നാമമാത്രമായ അധികാരങ്ങൾ മാത്രമല്ല, ഫണ്ടുമില്ല. ഫണ്ടും ലഭ്യമല്ല, അധികാരങ്ങളും കുറവാണ്. ഇപ്പൊ ജില്ലാ പഞ്ചായത്തിനും ഗ്രാമപഞ്ചായത്തിനും അധികാരങ്ങൾ പരിശോധിച്ച് നോക്കി. ഇപ്പോൾ നമ്മുടെ സ്ഥാപനങ്ങൾ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ മുതലുള്ള ജില്ലാ പഞ്ചായത്ത്, പ്രൈമറിയിലോട്ടുള്ള വിദ്യാലയങ്ങൾ നമ്മുടെ ഗ്രാമപഞ്ചായത്ത്, അതുപോലെ തന്നെ സ്ഥാപനങ്ങളുടെ കാര്യം പരിശോധിച്ചാൽ ഇടയിൽ വെച്ചിട്ട് ഈ ബ്ലോക്ക് പഞ്ചായത്ത് മുട്ടുകയാണ്. ആശ്വാസമായിരുന്നത് കേന്ദ്രാവിഷ്കൃത പദ്ധതികളായിരുന്നു, അതും ഇപ്പോൾ വളരെ മോശമാണ്. ഇതാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ അവസ്ഥ. ഈ ബ്ലോക്ക് പഞ്ചായത്ത് വേണോ എന്ന് വരെ സംശയിച്ചിരുന്നു. അപ്പൊ ഇതിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എന്തായാലും പറ്റില്ല. ഇതിന് മാറ്റം വേണം. വേണമെങ്കിൽ കുറെ സ്ഥാപനങ്ങൾ നമുക്ക് കൈമാറാൻ പറ്റുന്ന ബ്ലോക്ക് പഞ്ചായത്തിൽ. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KT സാജിദ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫൗസിയ CC കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചു. പെരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K അബ്ദുൽ കലാം മാസ്റ്റർ, വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശൈലജ ടീച്ചർ, മൂന്നിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NM സുഹറാബി, തേഞ്ഞിപ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജിത്ത്, നന്നമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തസ്ലിന ഷാജി പാലക്കാട്ട്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ സ്റ്റാർ മുഹമ്മദ്, ബിന്ദു PT, മെമ്പർമാരായ വീക്ഷണ മുഹമ്മദ്, ബാബുരാജ് പൊക്കടവത്ത്, ജാഫർ ഷെരീഫ്, CT അയ്യപ്പൻ, ഷെരീഫ ആസിസ് മേടപ്പിൽ, PP അനിത, റംല PK, സുഹറ ശിഹാബ്, സദി തോട്ടുങ്ങൽ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ അൻവർ സാദത്ത് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് ഒഡീൽ P സ്വാഗതവും സെക്രട്ടറി പ്രേമരാജൻ OK നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.